ഏവർക്കും നമസ്കാരം. ഇന്ത്യ ലൈവിൻ്റെ ഭാഗമായി സനാതന ധർമ്മത്തെയും സ്പിരിച്വാലിറ്റിയും ആർട്സിനെയും കൾച്ചറിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായി നമ്മൾ ഇന്ന് പുണ്യം എന്ന പേരിൽ ഒരു പുതിയ ചാനൽ ലോഞ്ച് ചെയ്യുകയാണ്. ഇന്ന് പുണ്യം നമുക്കായി തിരികൊളുത്തി ലോഞ്ച് ചെയ്തു തന്നത് നമുക്ക് ഏവർക്കും ആദരണീയനായ ബഹുമാനപ്പെട്ട ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഈ ചാനലിനെ പറ്റി, ഇന്നത്തെ സമൂഹത്തെ പറ്റി എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. വളരെ തിരക്ക് പിടിച്ച ഒരു സമൂഹത്തിന് നടുവിലേക്കാണ് പുതിയൊരു ചാനൽ വരുന്നത്, പുണ്യം എന്ന പേരിൽ. ഇപ്പം പുണ്യം എന്ന് പറഞ്ഞാൽ പൊതുവെ പാപത്തിൻ്റെ വിപരീതമായിട്ടാണ് എല്ലാം കണക്കാക്കുന്നത്. പക്ഷേ പുണ്യത്തിന് സുകൃതം എന്നൊരർത്ഥം കൂടിയുണ്ട്, നല്ല കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലം. അപ്പോൾ പുണ്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ സമാജം ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഓൾ ദ സ്പിരിച്വൽ ക്വയറീസ്. അങ്ങനെയായിരിക്കും ഒരു പക്ഷേ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് മകരസംക്രാന്തി ദിവസമാണ്. ശബരിമല അയ്യപ്പസ്വാമിയുടെ അടുത്ത് മകരജ്യോതി ദർശിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തന്മാർ വരുന്ന ദിവസമാണ്. ഇന്നത്തെ തിഥി ഏകാദശി കൂടിയാണ്. ഭഗവാൻ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ഭക്തന്മാർ കാത്തിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ എന്തുകൊണ്ടും പുണ്യതിഥിയിൽ ആരംഭിച്ച ഒരു ചാനലായതുകൊണ്ട് പുണ്യം എന്ന പേര് വളരെ ആപ്റ്റാണ്. അപ്പോൾ പുണ്യം എന്ന് പറയുമ്പോൾ ആൾക്കാർ ഒരു കർമ്മം ചെയ്ത് പുണ്യം നേടുക എന്നതിനേക്കാൾ പുണ്യത്തിന് പരിശുദ്ധി എന്നൊരു പര്യായം കൂടിയുണ്ട്. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സങ്കല്പങ്ങളിൽ, നമ്മുടെ പാരമ്പര്യത്തിൽ പരിശുദ്ധമായ വിശുദ്ധമായ എന്തെല്ലാം സങ്കല്പങ്ങളുണ്ടോ ആ സങ്കല്പങ്ങളെ മുഴുവൻ ആർജിച്ചുകൊണ്ട് ഇതിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു സങ്കല്പമാണ്. അപ്പോൾ അത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞ കഥകൾ മുതൽ നമ്മുടെ ചെറുപ്പക്കാർക്കുള്ള ചോദ്യങ്ങൾ. ഇപ്പോൾ പല കുട്ടികൾക്കും ചോദ്യങ്ങളുണ്ട്. പണ്ടത്തെ പോലെ അല്ല, എല്ലാം അങ്ങ് പെട്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടരല്ല. എന്താണ് ഈ ആത്മീയത, ഇതിൻ്റെ ആവശ്യം എന്താണ്, എന്തിനാണ് നാമം ജപിക്കുന്നത്, എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്, എന്താണ് ധ്യാനം, ഇങ്ങനെ പല ചോദ്യങ്ങളാണ്. ഇപ്പോൾ കുട്ടികൾ വളരെയധികം ഈ ഇൻക്വിസിറ്റീവാണ്. മാത്രമല്ല അവർക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം ChatGPT-യിലും മറ്റൊക്കെ അവൈലബിളാണ്. അതിൽ കിട്ടുന്ന സംഗതികൾ ശരിയാണോ എന്നുകൂടെ അവർക്ക് പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഒരു ഓതൻറ്റിക്കായിട്ട് ഒരു കാര്യം കൊടുക്കുമ്പോൾ ആധികാരികമായ പ്രമാണത്തോടു കൂടി കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പരിശുദ്ധി. അത് പ്രമാണ പരിശുദ്ധിയാണ്. ഇപ്പം ഒരു കാര്യം വായി തോന്നിയ ഒരു കഥ പറയുക, ലോജിക്കില്ലാത്തൊരു കഥ പറഞ്ഞിട്ട് എന്തെങ്കിലും അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ ജെൻസി അത് വിശ്വസിക്കില്ല. ജെൻസിക്ക് വളരെ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന കുട്ടികൾ അത്ര അൺകോൺഷ്യസ് ലിവിങ് അല്ല. അവർക്ക് ചോദ്യങ്ങളുണ്ട്. അതിന് അവർക്ക് ലോജിക്കലി തൃപ്തികരമായ ഉത്തരങ്ങളും കിട്ടണം. അപ്പം ലോജിക്കലി എന്നതിനേക്കാൾ ഉപരി ഒരു പ്രമാണം ഉണ്ടായിരിക്കണം. എവിടെ പറഞ്ഞു, നിന്നടുത്ത് പറഞ്ഞു എന്ന് കാണിക്കാൻ ഒരു പ്രമാണമെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പം പ്രമാണപൂർവകമായ പ്രമാണത്തിൻ്റെ പരിശുദ്ധി നിലനിർത്തുന്ന ഒരു ചാനൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇത് വളരെ ഇന്ത്യ ലൈവ് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. രാഷ്ട്രീയവും അന്താരാഷ്ട്ര വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അതിലൊരു വലിയ വിഭാഗം പ്രേക്ഷകർക്ക് ആത്മീയമായ ചോദ്യങ്ങളുണ്ട്, ആത്മീയമായ സംശയങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് കേറ്റർ ചെയ്യാൻ പറ്റുന്നൊരു നല്ല ചാനലായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്.